ശ്രീമതി ബീന രാജൻ. ചിന്മയരൂപ ചിരഞ്ജീവ സ്നേഹസ്വരൂപ ജഗദീശ ജീവസന്ദായക നമിക്കുന്നു കനിവോടെന്നും അനുഗ്രഹിക്കൂ ചിന്മയരൂപ ചിരഞ്ജീവ പൂനില ഒളിരാവിൽ നിറയുമ്പോൾ പൂവുകൾ പുഞ്ചിരി പൊഴിക്കുമ്പോൾ പൂനില ഒളിരാവിൽ നിറയുമ്പോൾ പൂവുകൾ പുഞ്ചിരി പൊഴിക്കുമ്പോൾ നിതാന്ത സൗന്ദര്യമേ നിന്നുടെ ശക്തിയെ വാഴ്ത്തുന്നു സർവവുമേ ചിന്മയരൂപ ചിരഞ്ജീവ സ്നേഹസ്വരൂപ ജഗദീശ ജീവസംദായക നമിക്കുന്നു കനിവോടെന്നും അനുഗ്രഹിക്കൂ ചിന്മയരൂപ ചിരഞ്ജീവ. യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട FIT ചെയർമാൻ, ആദരണീയനായ പ്രിൻസിപ്പൽ സെക്രട്ടറി, ബഹുമാന്യനായ ജില്ലാ കളക്ടർ, ഫോറസ്റ്റ് കൺസർവേറ്റർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മാധ്യമപ്രവർത്തകരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരു റോൾ മോഡലാകുവാനും വർദ്ധിച്ച ദിശാബോധത്തോടെ പുതിയ മേഖലകളിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന FIT കഴിഞ്ഞ 7 മാസങ്ങൾ കൊണ്ട് തന്നെ മുൻ വർഷത്തെ ടേൺ ഓവറിൻ്റെ ഏകദേശം ഒപ്പമെത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു അച്ചീവ്മെൻറ്റ് കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് കൈവരിക്കാൻ സാധിച്ചതിനും പുതു എനർജിയോടെ സഹകരിച്ച എല്ലാ ജീവനക്കാർക്കും മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് സ്നേഹോഷ്മളമായ നന്ദി രേഖപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ നെറുകയിലേക്ക് FITയെ അടുത്ത 10 വർഷങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിഷൻ 2035ൻ്റെ ആദ്യ പ്രോജക്റ്റാണ് ഇന്ന് ഇവിടെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പെട്രോൾ പമ്പ്. ഇതുകൂടാതെ ലോകോത്തരമായ മോസ്റ്റ് മോഡേൺ വെയർഹൗസ്, ടൂറിസം മേഖലയിൽ കേരളത്തിന് ലോകത്തിൻ്റെ മുന്നിൽ തന്നെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഫോറസ്റ്റ് തീം എക്സിബിഷൻ സെൻറ്റർ, മോഡേണൈസ്ഡ് ഷോറൂം, sports goods manufacturing and similar demanding products which need for the market, zero waste policy along with value added products for maintaining sustainability. Remaining entire compound we shall plant tree, vegetation and fishing etc. Testing laboratory both for civil and wood products, wood related course soft skill പഠിപ്പിക്കുന്ന accredited training center. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിച്ചുകൊണ്ട് let me move on to my official purpose. യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുവശമായ ഇടപെടലുകൾ നടത്തുന്നതിനും സർക്കാരിൽ നിന്ന് കമ്പനിക്ക് ലഭിക്കേണ്ടതായ എല്ലാവിധ ആനുകൂല്യങ്ങളും സഹായങ്ങളും വിശ്രമരഹിതമായ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത് സ്ഥാപനത്തെ തനത് വർഷങ്ങളിൽ ലാഭകരമാക്കുവാൻ വരെ കഴിഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സാറിൻ്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സമീപനം ഗുണകരമാണ്. സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പെട്രോൾ പമ്പ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീഷ് സാറാണ്. FITയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് സാറിനെ സമീപിക്കുമ്പോൾ വളരെ തുറന്ന മനസ്സോടെ കേൾക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയും ഏതൊരു പദ്ധതിക്കും അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത്
ഇപ്പോൾ നിലവിൽ പ്രാവർത്തികമാകുന്ന പെട്രോൾ പമ്പിൻ്റെ അനുമതിക്കായി ഇതിനാവശ്യമായ ഭൂമി സംബന്ധമായ രേഖകൾ അടക്കം ലഭ്യമാക്കുന്നതിന് ആത്മാർത്ഥമായി നമ്മോടൊപ്പം നിൽക്കുന്ന ആദരണീയനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീഷ് IAS അവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വേദിയിൽ സന്നിഹിതനാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന പദ്ധതിയായ പെട്രോൾ പമ്പ് യാഥാർത്ഥ്യമാക്കുവാൻ ജില്ലാ കളക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ സ്ഥാപനത്തിന് അകമഴിഞ്ഞ സഹകരണം നൽകി വരുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ NSK ഉമേഷ് IAS അവരെ സ്വാഗതം ചെയ്യുന്നു. FITയുടെ ഭാഗമായിരുന്നതും നിലവിലും ഔദ്യോഗിക സ്ഥാനം ഉപയോഗപ്പെടുത്തി FITയെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിനും FITക്ക് വേണ്ടി സുദർഹ്യമായ സേവനം സഹായവും നൽകി വരുന്ന നമ്മുടെ സ്വന്തം കുടുംബാംഗമായ ഫോറസ്റ്റ് കൺസർവേറ്റർ ബഹുമാനപ്പെട്ട ശ്രീമതി ഇന്ദു വിജയൻ IFS അവരെ സ്വാഗതം ആശംസിക്കുന്നു. When FIT conceptualized the project of petrol pump, the most favorable partner came to us is none other than BPCL. The entire team of BPCL, including but not limited to Sujit, Bibit, Abhijit, along with FIT team particularly, the project team headed by Baiju and Jafar done all the needful to progress as of now. With much gratefulness, FIT extend warm welcome to State Retail Head of BPCL, Mr. Ramesh Kumar Kevi, to this auspicious function. To Sri Ajit Kumar, BPT Executive Chairman, a warm welcome sir to the function. കൂടാതെ വേദിയിൽ ഇന്ന് ഉപവിഷ്ടരായിരിക്കുന്നവരും കൂടാതെ വരാമെന്ന് ഏറ്റവരെയും ഓരോരുത്തരെയും പേര് വിളിച്ച് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ എമോ ജോൺ, മുനിസിപ്പൽ ചെയർമാൻ ആലുവ, President INTUC FIT Staff and Workers Organization. Instead of Emma John, Sri Shafiqana ഈ വേദിയിൽ അദ്ദേഹത്തിന് FITയുടെ പേരിൽ സ്വാഗതം നൽകി. ശ്രീമതി രാജി സന്തോഷ് FITയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചൂർണിക്കര. FITയുടെ ഡയറക്ടർ ബോർഡ് അംഗവും എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതുമായ ശ്രീ കുട ശ്രീനിവാസ് IFS, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മലയാറ്റൂർ. We extend a warm welcome to you, sir. ശ്രീമതി റൂബി ജിജി, വാർഡ് മെമ്പർ ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത്. warm welcome to ശ്രീമതി റൂബി ജിജി. FITയുടെ മറ്റൊരു ബോർഡ് മെമ്പറും കൂടിയായ ശ്രീ S. ധർമ്മേന്ദ്രൻ സാർക്ക് ഹാർദവമായ സ്വാഗതം. മുൻ ചൂർണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AP ഉദയകുമാർ, ex-MLAയും CITയുടെ പ്രസിഡന്റുമായ FIT എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റുമായ ശ്രീ AM യൂസഫ് സാറിനും ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. FIT സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ STU പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. FIT Employees Federation Secretary AITUC ശ്രീ P. നവൻകുമാർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Secretary National Employees Association CIT ശ്രീ അഡ്വക്കേറ്റ് V. സലീം സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
Finally, we extend a warm welcome to Sri Sujit Jayarajan, Territory Manager, BPCL. A warm welcome. Finally, FITയുടെ സമഗ്രമായ പുരോഗതിക്ക് നിസ്തുലമായ സഹകരണം നൽകുന്ന ജീവനക്കാർ, നാട്ടുകാർ, മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീഷ് IAS, ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ NSK ഉമേഷ്, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെ കൺസർവേറ്ററായി പ്രവർത്തിക്കുന്ന നേരത്തെ ഇവിടുത്തെ MD-യുമായിരുന്ന ബഹുമാന്യ ശ്രീമതി ഇന്ദു വിജയൻ N IFS, BPCLൻ്റെ സ്റ്റേറ്റ് ഹെഡ് റീറ്റെയിൽ ശ്രീ രമേശ് കുമാർ KV, മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും അതോടൊപ്പം തന്നെ FITയുടെ ബോർഡ് അംഗവുമായിട്ടുള്ള ശ്രീ കുറ ശ്രീനിവാസ് IAS IFS, ബഹുമാന്യയായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീമതി രാജി സന്തോഷ്, BPTയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ശ്രീ K അജിത് കുമാർ, നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ റൂബി ജിജി, ബോർഡ് മെമ്പർ S ധർമ്മേന്ദ്രൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ഉദയകുമാർ, CITU യൂണിയൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് മുൻ MLA കൂടിയായിട്ടുള്ള ശ്രീ AM യൂസഫ്, STU യൂണിയൻ്റെ നേതാവ് അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ, INTUC നേതാവ് ശ്രീ ഷഫീഖ്, AITUCയുടെ നേതാവ് P നവകുമാരൻ, കാഷ്വൽ എംപ്ലോയീസ് അസോസിയേഷൻ CITUവിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് V സലീം, BPCLൻ്റെ ടെറിട്ടറി മാനേജർ ശ്രീ സുജിത് നാരായണൻ, പ്രിയപ്പെട്ട ജീവനക്കാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, FITയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് FIT മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ FITയുടെ കോമ്പൗണ്ടിൽ ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കണം എന്ന തീരുമാനത്തിലേക്ക് നീങ്ങുകയും അതിന് നമുക്ക് ഗവൺമെൻറ് അനുവാദം തരികയും ചെയ്തു. 6/3/2023 ബഹുമാന്യയായിട്ടുള്ള നമ്മുടെ വേദിയിലുള്ള പഴയ MD ശ്രീമതി ഇന്ദു വിജയൻ IFS കൊടുത്ത കത്ത് ബഹുമാന്യനായിട്ടുള്ള ഗവൺമെൻറ്റിന് കൊടുത്തത്. നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ P രാജീവുമായും നമ്മൾ ഇക്കാര്യം സംസാരിക്കുകയുണ്ടായി. 6/3/2023 ഒരപേക്ഷ കൊടുത്തു. 27/4/2023 ഇന്ന് നമ്മുടെ നിർവ്വഹണോദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ മുഹമ്മദ് ഹനീഷ് സാറ് FITയുടെ സ്ഥലത്തും അതോടൊപ്പം തന്നെ നമ്മുടെ പാട്ടത്തിനെടുത്തിട്ടുള്ള പ്രദേശത്ത് ചേർന്ന് നമുക്കിവിടെ പമ്പ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള നിബന്ധനകൾക്ക് വിധേയമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ഒറ്റ മാസത്തിനകം തന്നെ തരികയുണ്ടായി. പക്ഷേ നമുക്ക് ആ സന്ദർഭത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനാവാത്തതിൻ്റെ കാര്യം FITയുടെ കൈവശമുള്ള ലീസ് ഭൂമി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള നോർക്ക റൂട്ട്സിൻ്റെ കീഴിൽ ഓഖിൽ എന്ന് വിളിക്കുന്ന ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അവർക്ക് വേസൈഡ് അമ്യൂണിറ്റി സെൻറ്റർ തുടങ്ങുന്നതിന് വേണ്ടി 4 ഏക്കർ സ്ഥലം വേണം എന്ന ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. അതിപ്പോൾ തൊട്ടല്ല, കഴിഞ്ഞ ബോർഡിൻ്റെ കാലത്തടക്കം അത്തരത്തിലുള്ള ഒരു നിലപാടുമായി ഓഖിൽ വന്നതാണ്. അന്നത്തെ ബോർഡിൻ്റെ കാലത്ത് ഏതാണ്ട് 1 ഏക്കർ സ്ഥലം കഷ്ടി കൊടുക്കാം എന്ന് ബോർഡ് പറയുകയും അത് പുറകുവശത്താണ് കൊടുത്തത്. അത് അവർക്ക് ഏറ്റെടുക്കാൻ സാധ്യമായില്ല. റോഡിൻ്റെ മുൻവശം തന്നെ അവർക്ക് സ്ഥലം വേണം, ഞങ്ങൾക്കും ഒരു പെട്രോൾ പമ്പ് തുടങ്ങണം
തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അവർ മുന്നോട്ട് വച്ചത്. അവരങ്ങനെ മുന്നോട്ട് വച്ച് പോരുന്ന സന്ദർഭത്തിൽ അത് കഴിയില്ല എന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് ഇവിടെ ബോർഡ് തീരുമാനിച്ചത്. കഴിഞ്ഞ ബോർഡിൻ്റെ കാലത്ത് ചെയർമാൻ ശ്രീ ടി കെ മോഹൻ സ്ഥലം വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോഴത്തെ ബോർഡും അത്തരത്തിൽ കർക്കശമായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിച്ചു. സ്ഥലം വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗത്തിനകത്തേക്ക് വിളിക്കുന്നത് ബഹുമാന്യയായിട്ടുള്ള MD ആയിരുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം അതിനകത്ത് പങ്കെടുത്തിരുന്നു. ബോർഡിൻ്റെ നിലപാടുകളെല്ലാം അവരവിടെ പറയുകയും ഈ ഭൂമി FITക്ക് പമ്പ് തുടങ്ങാനും മറ്റാവശ്യങ്ങൾക്കുമായി വിനിയോഗിക്കണമെന്ന കർക്കശമായിട്ടുള്ള നിലപാട് യോഗത്തിനകത്ത് അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയാണ് ഈ യോഗങ്ങളെല്ലാം വിളിച്ചിരുന്നത്. അതിൻ്റെ എല്ലാം ഭാഗമായി മുന്നോട്ടുള്ള പോക്കിൽ ചീഫ് സെക്രട്ടറിക്ക് ഒരു മാറ്റം സംഭവിക്കുകയുണ്ടായി. ചീഫ് സെക്രട്ടറിയുടെ മാറ്റം നമുക്ക് അനുഗുണമായി മാറി എന്നുള്ളത് വലിയ വസ്തുതയാണ്. വേണു സാറ് ചീഫ് സെക്രട്ടറിയായി വന്നു. അതിനു മുമ്പ് നമ്മുടെ ജില്ലാക്കാരനായിട്ടുള്ള ആൾ തന്നെയായിരുന്നു ചീഫ് സെക്രട്ടറി. എന്തായാലും വേണു സാറ് ചീഫ് സെക്രട്ടറിയായി വന്നു. ഇതിനിടയിൽ സംഭവിച്ച മറ്റൊരു കാര്യം, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഖനീർ സാറിന് ഒരു സ്ഥാനചലനം ഉണ്ടാവുകയും പകരം മറ്റൊരാൾ അവിടെ വരികയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഞാനും അന്നത്തെ MD ശ്രീമതി ഇന്ദു വിജയൻ IFSഉം നിരവധി വട്ടം അദ്ദേഹത്തെയൊക്കെ സമീപിച്ചു. പക്ഷെ അവരുടെ എല്ലാം നിലപാട് ഈ ഭൂമി എന്തിനാണ് ഇങ്ങനെ കിടക്കുക, അത് ആർക്കെങ്കിലും കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു സമീപനമായിരുന്നു. വീണ്ടും പ്രിൻസിപ്പൽ സെക്രട്ടറിയായി മുഹമ്മദ് ഖനീർ സാർ തന്നെ വീണ്ടും വരികയും അതോടുകൂടി നമ്മുടെ ഭാവി തെളിയുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. മുഹമ്മദ് ഖനീർ സാറും ശ്രീമതി ഇന്ദു വിജയൻ IFSഉം വളരെ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ഈ കാര്യങ്ങൾ ബഹുമാനായിട്ടുള്ള ചീഫ് സെക്രട്ടറിയെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ബഹുമാനായിട്ടുള്ള നമ്മുടെ വ്യവസായ മന്ത്രി, നമ്മുടെ ജില്ലാക്കാരൻ തന്നെയായിട്ടുള്ള സഖാവ് P രാജീവും ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിയെയും ഈ ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് സർക്കാർ നോർക്കയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഓഖിലിന് വേണ്ടി ഈ ഭൂമി ഏറ്റെടുക്കുന്ന നിലപാടുകൾ നിർത്തിവെച്ചു, വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ബഹുമാനായിട്ടുള്ള നമ്മുടെ മന്ത്രി സഖാവ് P രാജീവും നമ്മുടെ ഇപ്പോൾ വേദിയിലുള്ള മുഹമ്മദ് ഖനീർ സാറും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ദു വിജയൻ IFSഉം. ഈ കൂട്ടത്തിൽ വലിയൊരു പങ്ക് ബഹുമാനായിട്ടുള്ള ജില്ലാ കളക്ടർ ശ്രീ ഉമേഷും വഹിക്കുകയുണ്ടായി. ഇതെല്ലാം നമുക്ക് വലിയ അനുഗുണമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ കാര്യങ്ങളെത്തി. അതിനുശേഷം വീണ്ടും നമ്മൾ പമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനമെടുക്കുകയുണ്ടായി. അങ്ങനെ നീങ്ങാനുള്ള തീരുമാനമെടുക്കുമ്പോൾ വിവിധ ഓയിൽ കമ്പനികൾ നമ്മളെ സമീപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോഴും നമ്മുടെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു, എന്നോടും അന്നത്തെ MDയോടും പറഞ്ഞു, ഇത് മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ ഷെയറുള്ള BPCLനെ കൊണ്ട് ഈ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം എന്ന് അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായി. ബഹുമാനായിട്ടുള്ള മന്ത്രിയും അത് തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. BPCLുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തി BPCLും FITയും തമ്മിൽ ധാരണയിലെത്തി. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഒട്ടനവധി കടമ്പകൾ ഇതിൻ്റെ ഭാഗമായി കടക്കേണ്ടതുണ്ട്. ആ കടമ്പകൾ കടക്കുന്നതിന് വേണ്ടി BPCLും നല്ലതുപോലെ അധ്വാനിച്ചിട്ടുണ്ട്, FITയും നല്ലതുപോലെ അധ്വാനിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ FIT പ്രധാനമായും ചുമതലപ്പെടുത്തിയത് ഞങ്ങളൊക്കെ ഇടപെടുന്നതിനോടൊപ്പം തന്നെ FITയിലെ ഒരു പ്രധാനപ്പെട്ട ജീവനക്കാരനായിട്ടുള്ള ജാഫറിനെ കൂടിയാണ്. ജാഫർ മിക്കവാറും എല്ലാ ഓഫീസുകളിലും പോയി ഇതിൻ്റെ പേപ്പർ വർക്കുകൾ പൂർണ്ണമായി നീക്കിയിട്ടുള്ളത് ജാഫറിൻ്റെ നേതൃത്വത്തിലാണ്. അങ്ങനെ നീക്കിയതിൻ്റെ എല്ലാം ഭാഗമായി നമുക്കെല്ലാ പേപ്പർ ഭാഗങ്ങളും റെഡിയായി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം NOC ആണ്. ഒരു പമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള NOCയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളും കേരള സംസ്ഥാനത്തിനകത്ത് രാഷ്ട്രീയമായി വലിയ വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിനകത്താണ് നമ്മളും NOCയുമായി ബന്ധപ്പെട്ട് ചെല്ലുന്നത്. NOC കൊടുത്തു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും നമ്മൾ സമീപിച്ചു, ബഹുമാനായിട്ടുള്ള കളക്ടറെയും സമീപിച്ചു. ബഹുമാനായ കളക്ടർ ഇടപെട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പമ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള NOC ലഭിച്ചു. അത്ര സ്പീഡിലാണ് നമുക്ക് കിട്ടിയത്. ഒരു പക്ഷേ ഒരു ജില്ലാ കളക്ടർ ഒരു പമ്പിന് വേണ്ടിയിട്ടുള്ള ഒരു NOC കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ആദ്യമായിട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
ബഹുമാനായിട്ടുള്ള ജില്ലാ കളക്ടർ അതിന് അത്തരത്തിലുള്ള നല്ല പ്രവർത്തനം നല്ലതുപോലെ സംഘടിപ്പിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മുഹമ്മദ് ഖനീൽ സാർ ഇവിടെ ജില്ലാ കളക്ടറായിട്ട് ഇരുന്നിട്ടുള്ളതാണ്. അദ്ദേഹം ജില്ലാ കളക്ടറായിട്ട് ഇരിക്കുന്ന കാലയളവിൽ ഞാനൊക്കെ പല കാര്യങ്ങൾക്ക് ചെന്നിട്ടുണ്ട്, പക്ഷേ ആ കാലയളവിലൊന്നും വലിയ പരിചയമൊന്നുമില്ല. പിന്നീട് ഒരു ജനകീയ കളക്ടർ എന്നുള്ള നിലയിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ളയാൾ ഉമേഷ് സാറാണ്. ഒരു സംശയമോ കാര്യത്തിനെ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. എൻ്റെ നാട് കോതമംഗലത്താണ് എന്നുള്ളതുകൊണ്ട് കോതമംഗലത്ത് ഒട്ടനവധി പ്രശ്നങ്ങൾ ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ളൊരു പ്രദേശമാണ് കോതമംഗലം. ആ കോതമംഗലം പ്രദേശത്ത് പല ഘട്ടങ്ങളിലും വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യൻ മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മനുഷ്യൻ മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ള ഘട്ടങ്ങളിലെല്ലാം ബഹുമാനായിട്ടുള്ള കളക്ടർ ആ സ്ഥലത്ത് നേരിട്ട് വരികയും മണിക്കൂറുകൾ കാടിൻ്റെ അകത്തളങ്ങളിൽ പോലും മണിക്കൂറുകൾ ചെലവഴിച്ചുകൊണ്ട് ജനങ്ങളുമായി സംവദിക്കാനും ബഹുമാനായിട്ടുള്ള MLA നിന്നുകൊണ്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ജനങ്ങളെ ശാന്തരാക്കാനും ജനങ്ങളോടൊപ്പം നിൽക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ നിലപാടും സ്വീകരിച്ചിട്ടുള്ള ആളാണ് ഖനീൽ സാർ. ആ സന്ദർഭങ്ങളിലെല്ലാം ഖനീൽ സാറിനോടൊപ്പം ആ കൂട്ടത്തിൽ നടക്കാനുള്ള ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ തരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെയുള്ള ഖനീൽ സാർ അടക്കം നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ കളക്ടർ ഉമേഷ് സാർ അടക്കം ഉള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഇതിൽ പങ്കെടുക്കണമെന്ന് പ്രധാനമായും ആഗ്രഹിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തിത്വമാണ് മുൻ MD കൂടിയായിരുന്ന ശ്രീമതി ഇന്ദു വിജയൻ NIFS. ഞാനിവിടെ ചുമതലയെടുക്കാനായി എന്നെ സർക്കാർ നിയമിച്ച് ഇവിടെ ചുമതലയെടുക്കാൻ വരുമ്പോൾ ശ്രീമതി ഇന്ദു വിജയൻ NIFS ആണ് ഇവിടുത്തെ MD. ഈ സ്ഥാപനത്തിൻ്റെ ഒട്ടനവധി പ്രാരാബ്ധങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം അവർ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഞങ്ങൾ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി ഓരോ വർഷവും ലാഭത്തിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടീം എന്നുള്ള നിലയിൽ തന്നെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൂട്ടിയോജിപ്പിച്ച് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ MD ആണെങ്കിലും ഞങ്ങളൊരു ടീമായി തന്നെ നിന്നുകൊണ്ട് കമ്പനിയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് മുൻ MD ഇന്നിപ്പോൾ ഞാനിവിടെ വന്ന് ചുമതലയെടുക്കാൻ വരുമ്പോൾ എനിക്കൊരു ബൊക്കെ തന്ന് സ്വീകരിച്ചത് ബഹുമാന്യായിട്ടുള്ള പഴയ MD ഇന്ദു വിജയൻ NIFS ആണ്. ഇന്ന് അതേ MDയെ തിരിച്ച് FITയിലേക്ക് ഒരു ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ എനിക്ക് തിരിച്ചും ഒരവസരം കിട്ടി എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്തായാലും ഈ പമ്പിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ പ്രമുഖരായിട്ടുള്ള ഈ 3 വ്യക്തിത്വങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണം എന്ന് ബോർഡിന് ഒരു നിഷ്കർഷ ഉണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെ നേരിട്ട് കണ്ട് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഇന്ദു വിജയൻ NIFSനെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ, അതും പറയാം. ഞാൻ ഫോണിൽ പറഞ്ഞോളൂ, നേരിട്ട് വരാമെന്ന് പറഞ്ഞു വരണ്ട. സാർ എന്നോട് ഫോണിൽ പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ്, ഞാൻ എത്തും നിർബന്ധമായിട്ടും എന്ന് പറയുകയുണ്ടായി. മറ്റ് 2 പേരെയും ഞാൻ നേരിൽ പോയി കണ്ടും ഫോണിൽ പറഞ്ഞത് കൂടാതെ പോയി കണ്ടും ക്ഷണിക്കുകയുണ്ടായി. 2 പേരും കൃത്യസമയത്ത് തന്നെ സ്വല്പം നേരത്തെ തന്നെ ഇവിടെ എത്തി എന്നുള്ളതാണ് വസ്തുത. നമ്മളെന്തായാലും ചെറിയൊരു പ്ലാന്റൊക്കെ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ധാരണയെടുത്ത് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ സ്പോർട്സ് ഐറ്റംസ് കൊടുക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക്, മരത്തിൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് നമ്മൾ പോകണം എന്ന് ഒരു ധാരണ എടുത്തിട്ടുണ്ട്. തൽക്കാലം ഈ 2 സ്ഥാപനങ്ങളും നമ്മുടെ ബ്രാൻഡോട് കൂടി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കാം എന്നാണ് കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടി സഹകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് FIT സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി കയർ ബോർഡുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ മെത്തകൾ, അവരുടെ മറ്റ് സാധനങ്ങളെല്ലാം വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കാഷ്യൂ ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കശുവണ്ടി പരിപ്പ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തേനടക്കം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി നമ്മുടെ ഷോറൂമിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്തായാലും നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ, കുറച്ച് വർഷങ്ങളായി തന്നെ പ്രതിവർഷ ലാഭത്തിലേക്ക് എത്തിക്കാനും കൂടുതൽ ഈ കമ്പനിയെ മികവാർന്ന നിലയിലേക്ക് കൊണ്ടുപോകാനും ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് ബോർഡ് കാണുന്നത്. അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം FIT മാത്രമാണ്. നിർമ്മാണ യൂണിറ്റ് ഉള്ളതും FITക്കാണ്. മറ്റുള്ളവർക്കൊന്നും നിർമ്മാണ യൂണിറ്റ് ഇല്ല. അവരെല്ലാം വിലയ്ക്ക് വാങ്ങി അവരുടെ ബ്രാൻഡ് അടിച്ച് കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ക്വാളിറ്റിയും ഗുണമേന്മയുമുള്ള FIT ഉൽപ്പന്നങ്ങൾക്ക്
സർക്കാർ സ്ഥാപനങ്ങളടക്കം വാങ്ങുന്നതിന് പ്രത്യേക തരത്തിൽ എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമെങ്കിൽ അത് വലിയ ഉപകാരമാണ്. 100-130 തൊഴിലാളികൾക്ക് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതിന് അങ്ങയെ കൊണ്ട് കഴിയുന്ന തരത്തിലേക്കുള്ള സഹായം ചെയ്യണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ മുണ്ടക്കൈ അവിടെ നടന്നിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ സ്കൂളിലേക്ക് 60 ബെഞ്ചും 60 ഡെസ്കും FIT നിർമ്മിച്ച് കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഒരു കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രം എന്നുള്ള നിലയിൽ കലാമണ്ഡലത്തിലെ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും FIT ഏർപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കലാമണ്ഡലത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് ചാൻസലറും അവിടുത്തെ രജിസ്ട്രാറും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ പഴയ MD ഇന്ദു വിജയൻ IFSന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറുകൾക്ക് നമ്മൾ ആദ്യം രൂപകൽപ്പന ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് നല്ല നിലയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്ന് മുന്നോട്ട് വരികയാണ്. സാറിനും അതോടൊപ്പം തന്നെ കളക്ടർക്കും 11:30 മണിക്ക് തന്നെ അവർക്ക് മറ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് സന്തോഷ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മളോട് ഒത്തുനിന്ന് സഹകരിച്ച് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതൊരു കാര്യത്തിനകത്തും നമ്മളോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന മഹത് വ്യക്തിത്വമാണ്. രാജീവ് വിജയനെയും പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ കമ്പനിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ ആളുകളുമുണ്ട്. BPCLൻ്റെ ആളുകൾ നമ്മളോട് നല്ലതുപോലെ സഹകരിച്ച് പോവുകയാണ്. അതോടൊപ്പം തന്നെ BPTയുടെ ചെയർമാൻ അജിത് സാറ് കമ്പനിയുടെ ഏതൊരു കാര്യത്തിനും നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഇടയ്ക്ക് കമ്പനിയിൽ വന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള മാർഗ്ഗനിർദ്ദേശം തന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെല്ലാം പോകുന്ന ഇവരെല്ലാം ഈ കമ്പനിയുടെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുക. ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളാണെങ്കിലും നല്ല നിലയിൽ കമ്പനിയോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ നേതൃത്വത്തിലുള്ള പുറമേ നിന്നുള്ള ഇൻറ്റേർണൽ ലീഡേഴ്സ് മാത്രമല്ല പുറമേ നിന്നുള്ള ലീഡേഴ്സും വലിയ സഹകരണമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പെട്രോൾ പമ്പിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീഷ് IASനെ ആദരപൂർവ്വം ക്ഷണിക്കുക. ആദരണീയനായ അധ്യക്ഷൻ FITയുടെ ചെയർമാൻ ശ്രീ R. അനിൽകുമാർ, മാനേജിംഗ് ഡയറക്ടർ ശ്രീ അഫ്സൽ അലി, ജില്ലാ കളക്ടർ ശ്രീ NSK ഉമേഷ് IAS, ശ്രീമതി ഇന്ദു വിജയൻ IFS, ശ്രീ കുര ശ്രീനിവാസ് DFO മലയാറ്റൂർ, ശ്രീ KV രമേഷ് കുമാർ സ്റ്റേറ്റ് ഹെഡ് റിറ്റെയിൽ BPCL, വേദിയിൽ ഉപവിഷ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജീവ് സന്തോഷ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജീവനക്കാരെ, സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ഒരു സംരംഭം ഈ തരത്തിൽ ആരംഭിക്കാൻ സാധിച്ചതിലുള്ള അനൽപമായ സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. പ്രത്യേകിച്ച് അത് ആലുവയിലും പരിസരത്തുമൊക്കെ ആകുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഏറെ ബന്ധങ്ങളുള്ള ഒരു പട്ടണത്തിൽ, കുടുംബപരമായിട്ടും ബന്ധമുള്ള പട്ടണത്തിൽ ഇതൊക്കെ നടക്കുമ്പോൾ എപ്പോഴും സന്തോഷമേ ഉള്ളൂ. സാധാരണ കുറേ നാളുകളായിട്ടെങ്കിലും ഇത്തരം പരിപാടികളിലെല്ലാം തന്നെ ഏറിപ്പോയാൽ ഒരു ആശംസയോ അല്ലെങ്കിൽ ഒരു സ്വാഗതം എന്നതിനപ്പുറം മറ്റൊന്നും തന്നെ നമ്മളാരും ചെയ്യാറില്ല. ഇത് മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ ഇത്രത്തോളം നമുക്ക് എത്തിക്കാൻ സാധിച്ചത് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവിൻ്റെ നിരന്തരമായ പ്രോത്സാഹനം കൊണ്ടുകൂടിയായിരുന്നു എന്ന കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. എന്ന് മാത്രമല്ല, എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ആലുവ ഏലൂർ പ്രദേശത്താണ് പഴയകാലത്ത് കേരളം നിലവിൽ വരുന്നതിന് മുൻപായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രമാകയാൽ അന്ന് തിരുവിതാംകൂർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും രാജ്യത്തിൻ്റെ ഭാഗമായിട്ടും ആരംഭിച്ച സ്ഥാപനങ്ങൾക്കെല്ലാം ട്രാവൻകൂർ എന്നുകൂടി ഉണ്ടാവും. അത് FIT ആകട്ടെ, FACT ആകട്ടെ, TCC ആകട്ടെ. TCC ആയപ്പോൾ അല്പം കൂടി കടന്ന് തിരുകൊച്ചിയായി എന്ന് പറയും. അതുകൊണ്ട് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് എന്ന് വന്നു എന്നേ ഉള്ളൂ. അന്ന് ആരംഭിച്ച ഈ സ്ഥാപനങ്ങളിൽ പലതും ആധുനികവൽക്കരണത്തിൻ്റെ കാര്യത്തിലൊക്കെ ചിലതൊക്കെ മുന്നോട്ട് പോയെങ്കിലും മറ്റു ചിലതൊക്കെ പഴയ കാലത്തെ ഒരു മാതൃകയുടെ അടിസ്ഥാനത്തിൽ നിന്നുപോയി എന്നൊരു സങ്കടമുണ്ടായിരുന്നു. FITയെ സംബന്ധിച്ച് ദശാബ്ദങ്ങളായി അതങ്ങനെ മങ്ങിപ്പോയ ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. എന്നാലോ ദേശീയപാതക്കരികിലുള്ള ഈ ഭൂമി തന്നെയാണ് FITയുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് ചിലപ്പോഴൊക്കെ വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ന് ആ ഒരു സ്ഥിതിയിൽ നിന്ന് വ്യത്യാസം വരുത്തിക്കൊണ്ട് നമ്മുടെ
പിന്നെ മുൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി ഇന്ദു വിജയനും അതുപോലെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ അഫ്സലും എല്ലാം ചേർന്നുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ചെയർമാൻമാരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തി എന്നതുകൊണ്ട് തന്നെ ഇന്ന് ഒത്തിരി നമുക്ക് മുന്നോട്ട് വരാൻ സാധിച്ചു എന്ന സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. കടമൊത്തിരിയുണ്ട്. അങ്ങനൊരു പിന്നെ യഥാർത്ഥ തലത്തിലുള്ള പ്രോഫിറ്റ് എന്ന നിലയിലേക്കൊന്നും എത്താനായിട്ടില്ല എന്നൊക്കെ അറിയാം. ശമ്പളത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അറിയാം. എങ്കിൽ പോലും 30-ാം തീയതി ആകുമ്പോഴേക്കും എവിടെ നിന്നെങ്കിലും രൂപ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു ശമ്പളം കൊടുത്തുകൊണ്ട് ആ മാസം തള്ളിക്കൊണ്ട് അടുത്ത മാസത്തേക്ക് പോവുക എന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കർത്തവ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുവേണ്ടി ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടാവേണ്ടതുമില്ല. അതിനപ്പുറം സമൂഹത്തിനും നാടിനും വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും, എന്തെല്ലാം സൃഷ്ടിപരമായി ചെയ്യാൻ സാധിക്കും എന്നയിടത്താണ് തീർച്ചയായിട്ടും ഏതൊരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെയും ഇനിയുള്ള കാലത്തെ ദൗത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും മറ്റും നൽകുന്ന സഹായങ്ങളും അതിലുപരിയായി മറ്റു പല ജനായത്ത സ്ഥാപനങ്ങളിൽ നിന്ന് ഉദാരമായി ലഭിക്കുന്ന പിന്തുണയും എല്ലാം തന്നെ മുൻനിർത്തിയാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് അർത്ഥമുണ്ടാകണം. അതിന് ഏറ്റവും വലിയ ഒരു ആക്കം കൂട്ടുവാൻ സാധിച്ച ഒരു കാര്യമാണ് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യം. രസകരമായൊരു കാര്യം എനിക്ക് തോന്നിപ്പോയത് ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ട്രാൻസ്ഫറും ഈ ഒരു കാര്യത്തിൻ്റെ ഒരു വർഷത്തെ താമസവും രണ്ടും ഒരുമിച്ച് വന്നുപോയി എന്ന് ആലോചിക്കുമ്പോൾ ചെറിയ സങ്കടമുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ ആരോഗ്യവകുപ്പിൽ ആരോഗ്യം നോക്കാൻ വേണ്ടി പോയ സമയത്ത് ഇവിടെ ആരോഗ്യം അല്പം ശോഷിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ഭൂമി കണ്ടാൽ നമ്മുടെ നാട്ടിൽ എവിടെ നല്ല ഭൂമി കണ്ടാലും വ്യത്യസ്ത അഭിപ്രായം പറയാൻ പല ആൾക്കാരുമുണ്ട്. 10 ആവശ്യക്കാരുണ്ടാവും. അതിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു കാര്യം കണ്ടെത്തിക്കൊണ്ട് കമ്പനിക്കും നാടിനും അനുഗുണമായ രീതിയിലുള്ളൊരു കാര്യം അത് തീരുമാനിക്കുവാൻ സാധിച്ചു എന്നയിടത്താണ് ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെയും വിജയം. അത് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഭാരത് പെട്രോളിയവുമായി ചേർന്നുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു സംരംഭം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 100 തർക്കങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. എനിക്കതിൽ വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, ഞാൻ എറണാകുളം ജില്ലാ കളക്ടറായിട്ട് ഏകദേശം 4 വർഷക്കാലം വരുന്ന വ്യക്തിയായതുകൊണ്ട് പറയുകയാണ്, ഇന്ന് വരെ ഞാൻ ഒരു എറണാകുളം ഇത്രയും തിരക്ക് പിടിച്ച ഇന്ന് സംസ്ഥാനത്തെ മൊത്തം വിഭവത്തിൻ്റെ റിസോഴ്സിൻ്റെ 100 പൈസ സംസ്ഥാനത്ത് വരുന്നെങ്കിൽ 43-44 പൈസ വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. അത്ര തിരക്ക് പിടിച്ച ധനികമായ ഈ ജില്ലയുടെ ജില്ലാ കളക്ടർ ഒരു പെട്രോൾ പമ്പിന് വേണ്ടി യോഗം നടത്തിയത് നടാടെ നടന്നിരിക്കുന്നത് ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കുരുക്കരിക്കാൻ സാധിച്ചു എന്ന് BPCL, my colleagues in BPCL would certainly vouch for the fact that but for the Ernakulam district collector we won't have been sitting today for this stone laying ceremony. ആ ഒരു രീതിയിലുള്ളൊരു സന്തോഷം തീർച്ചയായിട്ടുമുണ്ട്. രണ്ടാമതായിട്ട് പൊതുവേ നമ്മുടെ ഈ സർക്കാർ സംവിധാനത്തിലും പൊതു സംവിധാനത്തിലും ഉണ്ടാകുന്നൊരു കാര്യം, ഒരാൾ ചെയ്തു പോകുന്ന ഒരു കാര്യം അദ്ദേഹത്തോടു കൂടി പിന്നീട് മരിച്ചു പോകുന്നു. പിന്നീട് അതിനുശേഷം ഇത് സംബന്ധമായിട്ട് പിന്നെ വരുന്ന ആളുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് നേരത്തെ ചെയ്തയാൾ ചെയ്തതെല്ലാം തെറ്റായിരുന്നുവെന്നും ഞാൻ വന്നിട്ടെല്ലാം നന്നാക്കിയെന്നും പറയുന്ന ഒരു രീതിയാണ്. ഇതിൽ നിന്നും ഒരു വലിയൊരു അപവാദം ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നത് നമ്മുടെ ഇന്ദു വിജയനെ ഇന്നിവിടെ ക്ഷണിച്ചതിലൂടെ കാണിക്കാൻ സാധിക്കുന്നു. ഇതാണ് കൃതജ്ഞത എന്ന് പറയുന്നത്, ഇതാണ് നന്ദി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ സംവിധാനങ്ങളിൽ ഇന്നലെ പോയ ഒരാളെ, ഇങ്ങനെ ഒരാളെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല എന്ന് പിന്നീടുള്ള ആൾക്കാർ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു നന്ദി കുറവുള്ള ഒരവസ്ഥ പലപ്പോഴും കാണാൻ സാധിക്കുന്നു. അത് തീർച്ചയായിട്ടും മാറ്റി പ്രതിഷ്ഠിക്കാൻ നല്ല രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ശ്രീ അനിൽകുമാറും മറ്റും മുൻകൈയെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ പരിപാടികൾ ചെല്ലുമ്പോൾ സ്വാഗതം മുതൽ കൃതജ്ഞത വരെയുള്ള വ്യക്തികളിൽ ഒരു പകുതി പേരുണ്ടാവും, പകുതി പേര് ആ വഴിക്ക് ഏതെങ്കിലും വഴിക്ക് പോകും. ഇവിടെ ഞാൻ നോക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ വളരെ തിരക്കുള്ള മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട MO ജോൺ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഈ വേദിയിലുണ്ട്. ആ തരത്തിലുള്ള ക്ഷണം ഇവിടെ നടന്നിട്ടുണ്ടെന്ന കാര്യം മനസ്സിലായി. അതിന് തീർച്ചയായിട്ടും നമ്മുടെ ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ്റെ ചെയർമാനും BPCLൻ്റെ പഴയ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിട്ടുള്ള ശ്രീ അജിത്ത് ഇവിടെ ഉണ്ട്. ബാക്കി നമ്മുടെ പ്രിയപ്പെട്ട ധാരാളം പഴയകാലം മുതലുള്ള എത്രയോ വർഷങ്ങളായുള്ള പരിചയക്കാരുമെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് എത്രയും പെട്ടെന്ന് ഇത് കമ്മീഷനിങ് നടത്തണം. ദാറ്റ് BPCL ഹാസ് ടു ടേക്ക് കെയർ. യു ഷുഡ് ഡു ഇറ്റ് ഇൻ റെക്കോർഡ് ടൈം. അക്കാര്യത്തിൽ എനിക്ക് പറയാനൊരു സൗകര്യവും കിട്ടി. ഞാനിപ്പോൾ BPCL ബോർഡിൽ ഡയറക്ടർ ആയതുകൊണ്ട് അല്പം അധികാര സ്വഭാവത്തിൽ പറയാമല്ലോ, അതുകൊണ്ട് പറയുക കൂടിയാണ്. ഏതായാലും എല്ലാ അർത്ഥത്തിലുമുള്ള ആശംസകൾ നേർന്നുകൊള്ളുന്നു. വളരെ സന്തോഷകരമായ കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കേരളം വളരെ പ്രതീക്ഷയോടുകൂടി, പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടി ഉറ്റുനോക്കുന്ന വളരെ വിപുലമായ പരിപാടി ഈ ആഴ്ച അവസാനം സംഭവിക്കുകയാണ്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 2025 ഫെബ്രുവരി മാസം 21-നും 22-നുമായി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നടക്കുകയാണ്.
അത്ര ഗണ്യമായിട്ടുള്ള പ്രവർത്തനം രാജ്യമെമ്പാടും ലോകമെമ്പാടും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ കണക്കുകളെപ്പറ്റി തർക്കമില്ല, ലേഖനങ്ങളെപ്പറ്റി തർക്കമില്ല, ഒന്നും തർക്കമില്ല. എന്നാൽ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. കഠിനാധ്വാനത്തിൻ്റെ കുറവ് കൊണ്ട് ഈ കാര്യം കേരളം ഒരു തരത്തിലും പരാജയപ്പെടുകയില്ല. തീർച്ചയായിട്ടും ഇവിടെ 21-നോ 22-നോ വെക്കാൻ പോകുന്ന കണക്കുകൾ കൃത്യമായിരിക്കും, വ്യക്തമായിരിക്കും, അർത്ഥതലമുള്ളതായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സർക്കാർ നടപടികൾ ലഭിക്കുന്നതിനായി നാം സമീപിച്ചപ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തോടുള്ള സമീപനം തികച്ചും മാതൃകാപരമായിരുന്നു. ഏറെ ബഹുമാനത്തോടെ ശ്രീ NSK ഉമേഷ് IAS അവർകളെ മുഖ്യപ്രസംഗത്തിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. FIT ചെയർമാൻ ശ്രീ R. അനിൽകുമാർ അവർക്ക്, പരിപാടി ഉദ്ഘാടകൻ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീഷ് സാർ, നമ്മുടെ CF ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ഫോമർ MD FIT ഇന്ദു വിജയൻ മാഡം, നമ്മുടെ BPCL റീറ്റെയിലറുടെ സ്റ്റേറ്റ് ഹെഡ് ശ്രീ രമേഷ് കുമാർ KV, FIT MD ശ്രീ അഫ്സൽ അലി അവർക്ക്, നമ്മുടെ ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജി സന്തോഷ്, DFO മലയാറ്റൂർ ശ്രീ കുറ ശ്രീനിവാസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ റിയ ശ്രീ K. അജിത് കുമാർ, വാർഡ് മെമ്പർ ശ്രീമതി റൂബി ജിജി, വേദിയിലും സദസ്സിലുമുള്ള മറ്റെല്ലാ ജനപ്രതിനിധികൾ, FIT ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ബഹുമാന്യരെ, FIT സ്റ്റാഫ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുണ്ട് ദിസ് പെട്രോൾ പമ്പ് നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ. ആദ്യം തന്നെ ഞാൻ എൻ്റെ നന്ദി FITക്ക് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഹനീഷ് സർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഈ NOC ഫോർ പെട്രോൾ പമ്പ്സ് കൈകാര്യം ചെയ്യുന്നത് ADM ആണ്. സോ അതുകൊണ്ട് ആ ഫയൽസ് കളക്ടർക്ക് വരാറില്ല, ADM ലെവലിൽ തന്നെ അത് തീരുന്നതാണ്. പക്ഷേ ഈ FITയുടെ ഈ പെട്രോൾ പമ്പിടെ സ്പീഡാക്കാൻ വേണ്ടിയും അതിലുള്ള ടെക്നിക്കാലിറ്റീസ് ഡിലേസ് എല്ലാം ഒഴിവാക്കാൻ, റിപ്പോർട്ട്സ് എല്ലാം സ്പീഡാക്കാൻ വേണ്ടിയും ഹനീഷ് സാറും അതേപോലെ FIT ചെയർമാനും രാജീവ് മിനിസ്റ്റർ എല്ലാവരും എന്നോട് പറഞ്ഞു ഇത് സ്പീഡാക്കണമെന്ന് പറഞ്ഞ്. സോ അതുകൊണ്ട് ഇത് ബന്ധപ്പെട്ട് മീറ്റിംഗ് എടുക്കാൻ സാർ പറഞ്ഞതുപോലെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കളക്ടർ പെട്രോൾ പമ്പ് NOC ബന്ധപ്പെട്ട് മീറ്റിംഗ് എടുക്കുന്നത്. സോ പെട്രോൾ പമ്പ് NOC കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ എനിക്കൊരു അവസരം തന്ന FITക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ രാജീവ് മിനിസ്റ്റർ, അതേപോലെ ഹനീഷ് സാർ ഇതിൻ്റെ ഓരോരോ കാര്യത്തിലും ഹനീഷ് സാർ
ഭയങ്കര ഫോളോ അപ്പാണ്. ഹനീഷ് സാറെ കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ബോത്ത് ആസ് കളക്ടർ ഓഫ് ദിസ് ഡിസ്ട്രിക്ട് നൗ ആസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഓൾസോ സാറുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രേറ്റ് എന്ന് പറയുന്നത് ഫോളോ അപ്പാണ്. ഒരു കാര്യം ഇപ്പം ഞാനിത് സ്പീഡായിട്ട് ചെയ്തത് കാരണം ഇവർ രണ്ടുപേരാണ്, എപ്പോഴും ഫോളോ അപ്പാണ്. അങ്ങനെ ഫോളോ അപ്പ് ചെയ്താൽ കളക്ടറായിട്ട് അത് ചെയ്തേ പറ്റും. ഹനീഷ് സാർ ഡെയിലി രാവിലെ വിളിക്കും. ഏത് കാര്യമായാലും ഏത് വർക്കായാലും അത് ഞാൻ നടത്തുന്നത് വരെ അത് നിൽക്കില്ല സാർ. ഹി വോണ്ട് റിലന്റ് ടിൽ ദ വർക്ക് ഇസ് ഡൺ. സോ എന്നെ വർക്ക് ചെയ്യിപ്പിച്ച ഹനീഷ് സാറിനും അതേപോലെ FIT ചെയർമാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ആൻഡ് നൗ ഹനീഷ് സാർ പറഞ്ഞതുപോലെ MD ആൻഡ് ഫോമർ MD രണ്ടുപേരും വേദിയിലുള്ള. സോ നൈസ് ടു സീ. ഇറ്റ് ഷോസ് ദി ഹൗ നൈസ് എ മാൻ നമ്മുടെ FIT ചെയർമാൻ ഇസ്. അതുകൊണ്ട് ഇന്ദു വിജയൻ മാം ആൻഡ് അഫ്സൽ അലി രണ്ടുപേർക്കും ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. സോ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ FIT ഈസ് ഡൈവേഴ്സിഫൈങ് ഇൻ ടു ഡിഫറെൻറ്റ് ഫീൽഡ്സ്. ഇപ്പോൾ ഈ മെഡൽസ് എല്ലാം നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സിൽ ചെയ്ത എല്ലാ മെഡൽസും ഇവിടെ നിന്നാണ് പോയത്. ഇറ്റ് ഈസ് അക്രോസ് ദി സ്റ്റേറ്റ്. വിജയിച്ച പല കുട്ടികളുടെ ഹാർട്ടിലുള്ള ആ ഒരു മെഡൽ നമ്മുടെ FITയുടേതാന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഡിസാസ്റ്റർ റിലീഫ് ആവട്ടെ, പല നമ്മുടെ വർക്ക്സ് MP ലാഡ്സ് എല്ലാ വർക്ക്സിലും FIT ഈസ് ഗെറ്റിംഗ് ഇൻവോൾവ് എന്ന് പറയുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. ഹനീഷ് സർ നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ രാജീവ് മിനിസ്റ്റർ ആൻഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആൻഡ് ഓൾ PSUs എല്ലാം വലിയ ഒരു നേട്ടമാണ് നേടിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും അറിയാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ലാർജ് സ്റ്റേറ്റ്സിൽ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റായിട്ടാണ് കേരള വന്നിട്ടുള്ളത്. ഇത്ര വർഷം നടക്കാതെ ഒരു ബിഗ് അച്ചീവ്മെൻ്റ് ആണ് ഈ വർഷം നമ്മുടെ കേരള നേടിയെടുത്തിട്ടുള്ളത്. അതിന് ഫുൾ ക്രെഡിറ്റ്സും രാജീവ് മിനിസ്റ്റർ, ഹനീഷ് സാർ ആൻഡ് ഹിസ് ടീംക്കാണ്. സോ അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇത് സാധാരണ കാര്യമല്ല. അത് നമുക്ക് അതിൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ട് നമുക്കത് ഫുൾ മനസ്സിലായിട്ടുണ്ടോൾ എനിക്ക് തോന്നുന്നില്ല. അൺലൈക്ക് ടൂറിസം, എഡ്യൂക്കേഷൻ ഓർ ഹെൽത്ത് ഇൻഡസ്ട്രീസിൽ നമ്മൾ എല്ലാവർക്കും അറിയാം ഒത്തിരി പെർസെപ്ഷൻസും ഒത്തിരി മിത്സുമുള്ള ഒരു കേരള ആൻഡ് ഇൻഡസ്ട്രീസ് ഒത്തിരി പെർസെപ്ഷൻസും മിത്സും ഉള്ളതാണ്. അതെല്ലാം ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് റാങ്ക് വരണമെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വൺലി ഡ്യൂ ടു ദ വിഷൻ ഓഫ് രാജീവ് മിനിസ്റ്റർ ആൻഡ് വിഷൻ ആൻഡ് ഹാർഡ് വർക്ക് ഓഫ് ഗ്രേറ്റ് ലീഡേഴ്സ് ഇൻക്ലൂഡിങ് മുഹമ്മദ് ഹനീഷ് സർ. ഐ എം വെരി ഹാപ്പി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ആയിട്ട് PSUs റിലേറ്റഡ് ആയിട്ട് പല പ്രവർത്തനങ്ങളിൽ ഒരു പങ്കുചേരാൻ എനിക്ക് ഒരു അവസരം കിട്ടുന്നതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. IT ലെഡ് ബൈ ഇറ്റ്സ് ഡൈനമിക് ചെയർമാൻ, എനർജറ്റിക് MD ആൻഡ് അഫ്സൽ അലി ആൻഡ് ഹിസ് എൻറ്റയർ ടീം ഫോർ this activity and I congratulate BPCL also. 90 days-il അവർ തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട് ഏത് ഇഷ്യൂസ് വന്നാലും അതിൽ ഇടപെടാൻ എപ്പോഴും ഞാനുണ്ട്. എന്നെ വിളിക്കാൻ ഹനീഷ് സാറും ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു. ത്തിനും തയ്യാറാക്കിയിട്ടുള്ള ലോഗോ പ്രകാശനം ചെയ്യുന്നത് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് മേധാവിയും നമ്മുടെ മുൻ മാനേജിംഗ് ഡയറക്ടറുമായ ബഹുമാനിയായ ശ്രീമതി ഇന്ദു വിജയൻ IFSനെ ലോഗോ പ്രകാശനത്തിനായി ക്ഷണിക്കുന്നു. പെട്രോൾ പമ്പ് നിർമ്മാണ ഉദ്ഘാടനം ത്തോടനുബന്ധിച്ചുള്ള ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ FIT ചെയർമാൻ ശ്രീ R. അനിൽകുമാർ സർ. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും ആദരണീയനായ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീസ് സർ. മുഖ്യ അതിഥിയായ ബഹുമാന്യനായ ജില്ലാ കളക്ടർ ശ്രീ NSK ഉമേഷ് IAS, FITയുടെ മാനേജിംഗ് ഡയറക്ടർ അഫ്സൽ അലി, സ്റ്റേറ്റ് BPCL സ്റ്റേറ്റ് ഹെഡ് ശ്രീ രമേഷ് കുമാർ KV, ശ്രീമതി രാജി സന്തോഷ് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ കൂറ ശ്രീനിവാസ് മലയാറ്റൂർ DFO, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട FITയുടെ സ്റ്റാഫ്, ബാക്കി എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനൊരു വലിയ പ്രസംഗമൊന്നും പറയുന്നില്ല, പക്ഷേ കാരണം പറയാനുള്ളതൊക്കെ ഇവിടെ ചെയർമാൻ വളരെ വിശദമായി തന്നെ അവതരിപ്പിച്ചു.
അതുപോലെ തന്നെ ഹനീസ് സർ പറഞ്ഞു. അപ്പോൾ നമ്മൾ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പദ്ധതികൾ ആരംഭിക്കുകയുണ്ടായി, പ്ലാൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ആദ്യം സാക്ഷാത്കരിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ പെട്രോൾ പമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതുപോലെ അപ്പം സാർ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞ പോലെ നമ്മുടെ വ്യവസായ മന്ത്രി ആദരണീയനായ ശ്രീ രാജീവ് സാറിൻ്റെ ഇടപെടലില്ലെങ്കിൽ ഇതൊന്നും തന്നെ യാഥാർത്ഥ്യമാവില്ലായിരുന്നു. സാർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റേജിലും സാറിനെ പോയി കാണുമ്പോൾ അതുപോലെ നമ്മളെ എൻകറേജ് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യത്തിനും. അതുപോലെയുള്ള ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് വേണ്ട സന്ദർഭങ്ങളിൽ. അത് കഴിഞ്ഞ് ഹനീസ് സാറ് ഇപ്പം നമ്മൾ ഇവിടെ ഉമേഷ് പറഞ്ഞതാണ്. അതായത് ഹനീസ് സാറിന് ഒരു കാര്യം നമ്മൾ പോയി കണ്ട് പറഞ്ഞാൽ സാർ ഏറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സാറിൻ്റെ ഫോളോ അപ്പ് ആ ഒരു രീതിയിലാണ്. നമ്മളത് ഉപേക്ഷിച്ചാൽ പോലും സാർ ഉപേക്ഷിക്കില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സാറ് അതേപോലെ സാറ് നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ടായി, ഇതിനുള്ള അനുമതി തന്നിരിക്കുന്നു. അപ്പോൾ അത് സാറിൻ്റെ സമയത്ത് തന്നെ, അതുകൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ സാർ അതുപോലെ തന്നെ നമ്മളോടുള്ള വാക്ക് പാലിച്ചു, അനുമതി തന്നു. അതിനിടയ്ക്കിൽ ഒരുപാട് ചെയർമാനോട് പറഞ്ഞ പോലെ പ്രതിസന്ധികൾ നമുക്ക് വന്നു. അതുകൊണ്ട് കുറച്ചൊരു ഡിലേ വന്നു. അതിനുശേഷം BPCLനായി പ്രോജക്റ്റ് ഏൽപ്പിക്കുകയും ബഹുമാനായ പുതിയ MD എല്ലാ വൈവിധ്യവൽക്കരണ പ്രോജക്റ്റുകളും വളരെ നല്ല രീതിയിൽ തന്നെ അതിന് ഒരു തുടർച്ച ചെയർമാൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒരു ടീമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പരിപാടിയിൽ ചെയർമാൻ വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞു MD മാഡം എന്തായാലും വരണമെന്ന്. പക്ഷേ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്, അതായത് ഇപ്പം നമ്മളെ ഓർമ്മിക്കേണ്ട ആവശ്യകത ഇല്ല, പക്ഷേ സാർ അത് അത്ര നിർബന്ധം പിടിച്ചു വരണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു, ഈ ഒരു അവസരം തന്നതിൽ. അപ്പം നന്ദി എല്ലാവർക്കും. പിന്നെ എല്ലാവരെയും കുറേ നാൾ കൂടിയിട്ട് കണ്ടതിലും സന്തോഷമുണ്ട്. അപ്പം ഇനിയും FIT ചെയർമാൻ്റെയും പുതിയ MDയുടെയും നേതൃത്വത്തിൽ പുതിയ നാഴികക്കല്ലുകൾ അച്ചീവ് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Respected Shri Anil Kumar, Chairman FIT, and Shri Afzal Ali, MD FIT, Srimati Indu Vijayan IFS, and Shri Ajit Kumar, Executive Chairman, Board of Public Sector and Transformation, Shri Kura Srinivas IFS, Divisional Forest Officer, and all the respected guests on the dais, and FIT office staff and officials, and of the dais, and good morning to all of you. And first of all, I should thanks to the FIT and Government of Kerala for giving an opportunity to BPCL to establish the state-of-art retail outlets in the premises of FIT. And I think all of you are aware that BPCL has got the lot infrastructure in Kerala. So we have the refinery, which is the biggest refinery in India any public sector is having. Only thing is that we are focusing on the now network expansion. This particular retail outlet definitely going to help us to improve the volumes. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വളരെ സന്തോഷമുണ്ട് FIT പെട്രോൾ പമ്പ് ഉദ്ഘാടന പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തതിനു വേണ്ടി. ഫസ്റ്റ് ഓഫ് ആൾ FIT ചെയർമാൻക്ക് വളരെ നന്ദിയാണ് ഇങ്ങനെയായിട്ട് ഒരു പരിപാടിക്ക് എനിക്ക് ഇൻവൈറ്റ് ചെയ്തതിനു വേണ്ടി. ആൻഡ് ആദ്യമായിട്ട് ഈ പെട്രോൾ ബങ്ക് ഒരു റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിലെ ഭാഗമായിട്ടുണ്ടായിരുന്ന മുൻപ് MD ഇന്ദു വിജയൻ മേഡംക്ക് പ്ലസ് ഈ പെട്രോൾ ബങ്ക് ആവശ്യമുണ്ട് പെർമിഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ഹനീസ് സാറ് ആൻഡ് എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ ഉമേഷ്ക്ക് ആൻഡ് ഈ പെട്രോൾ ബങ്ക് ആവശ്യമുണ്ട് അപ്രൂവൽ കൊടുത്തുകൊണ്ട് BPCL മാനേജ്മെൻറ്റ്ക്കാണ് വളരെ നന്ദിയാണ്. ഹനീസ് സാർ ആൾറെഡി പറഞ്ഞിട്ടുണ്ടോ FIT നിലവിലെ അവസ്ഥ നോക്കെങ്കിൽ പ്രോഫിറ്റിലോ ഇല്ല. ബട്ട് ഇപ്പോൾ ഉണ്ട് ചെയർമാനോ പ്ലസ് MD ഒരു വിഷൻ ഡോക്യുമെൻറ്റ് വെച്ചിട്ടാണ് നമ്മുടെ FIT ഇനി ഒരു പ്രോഫിറ്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടത്. സോ അതിലെ ഭാഗമായിട്ട് FIT ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. അതിലാണ് ഇത് വൺ ഓഫ് ദ ആക്ടിവിറ്റിയാണ്. സോ FIT ഒരുപാട് ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടതോ
ആൻഡ് ദെൻ ഒരു വളരെ വൈബ്രൻറ്റ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു ആൻഡ് ഫ്യൂച്ചറിൽ ഇങ്ങനെയായിട്ട് മാറും. സോ അതിനുവേണ്ടി എല്ലാവിധ പ്ലാനിങ്ങും പ്ലസ് വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടതോ എല്ലാം ചെയ്യുന്നുണ്ടതോ ആൻഡ് ഇതേപോലെ FIT മുന്നോട്ട് പോകണമാണ്. സോ FITക്ക് എല്ലാവിധ ആശംസകൾ. താങ്ക് യു. എല്ലാ പ്രമുഖ വ്യക്തികൾക്കും സദസ്സിലും വേദിയിലും ഉള്ള എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും തികച്ചും FITയും BPCLും ചേർന്നിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൽ എനിക്ക് ഒരു പങ്കെടുക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒരു 2 വർഷം മുമ്പ് ഇതിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഞാൻ BPCLിലായിരുന്നു. BPCL കൊച്ചി റിഫൈനറിയുടെ ED ആയിട്ടിരിക്കുമ്പോഴാണ് ഹാനി സാർ ഇതുപോലെ നമുക്കിവിടെ BPCL പെട്രോൾ ബങ്ക് തുടങ്ങുന്നതിൻ്റെ ഒരു ആവശ്യകത ഉന്നയിച്ചതും അന്ന് ഇന്ദു വിജയൻ മാഡമായിരുന്നു ഇതിൻ്റെ MD. അന്ന് തുടങ്ങിയ വർക്ക് നമുക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ബട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് BPTയിൽ ചെയർമാനായിട്ട് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഒരു മെയിൻ ഉദ്ദേശം നമ്മുടെ കമ്പനികൾ പലതും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഇതിനെ ലാഭത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു വിചാരത്തോടു കൂടി തന്നെ ഒത്തിരി മാറ്റങ്ങൾ കേരളത്തിലെ ഇൻഡസ്ട്രിയലിലും പബ്ലിക് സെക്ടറിലും നടപ്പാക്കാൻ അന്ന് മിനിസ്റ്ററായിരുന്ന രാജീവ് സാർ പ്രത്യേകം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് കൊണ്ടുവന്നത്. കുറേ നല്ല കാര്യങ്ങൾ നടന്നു. ഇതിൻ്റെ തന്നെ സെലക്ഷൻ പ്രോസസ്സൊക്കെ ഇപ്പോഴും അഫ്സൽ ഇവിടെ ഇരിക്കുന്നു. അഫ്സലിനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ അതിൻ്റെ ബോർഡിൽ എനിക്ക് ഉണ്ടായിരുന്നു. അന്നേ നമ്മൾ കണ്ടിരുന്നു ഒരു ഡൈനാമിക്, നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ FIT ഒരു വ്യത്യസ്തത പുലർത്തൂ എന്നുള്ളത്. അതിന്ന് അതിനകത്തൊരു മാറ്റം വന്നു എന്ന് കണ്ടതിൽ നമുക്കും അഭിമാനമുണ്ട്. അതിൽ ഞാൻ പ്രത്യേകമായിട്ട് അഫ്സലിനെ അഭിനന്ദിക്കുന്നു. രണ്ടാമതായി, സാധാരണ ഞാനിവിടെ 1-2 തവണ വന്നിട്ടുണ്ട്, ചെയർമാന്മാരുടെ റോളുകൾ ഒരു ഡിഫറൻ്റാണ്. ബട്ട് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കി FITയുടെ ചെയർമാൻ ഒരു കോർപ്പറേറ്റ് ഹെഡിൻ്റെ പോലെയാണ്, അല്ലാതെ ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരൻ്റെ ഔട്ട്ലുക്കുള്ള ആളാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടെ പറയാൻ പറ്റും, FIT ഞാൻ എല്ലാ 52 കമ്പനികൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ 52 കമ്പനികളിൽ ഏതൊക്കെ ലാഭത്തിലേക്ക് വരുന്നു, ഏതൊക്കെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് വരുന്നു. കഴിഞ്ഞ മാസം ആദ്യമായി FIT ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞു. ഇനിയുള്ള 2 മാസം കൂടെ വളരെ ഒരു നല്ല എഫർട്ട് എടുക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ ഓവറാൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് FITക്ക് വരാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം BPCLുമായിട്ട് ഐ ഹാവ് ലോട്ട് ഓഫ് കണക്ഷൻ. സ്റ്റേറ്റ് ഹെഡ് ആൻഡ് അതർ പീപ്പിൾ ആർ സിറ്റിംഗ് ഹിയർ. ദേ ടോൾഡ് വിത്തിൻ 90 days ദേ വിൽ സ്റ്റാർട്ട് ദി ആക്ടിവിറ്റി. ഞാൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ബിക്കോസ് ഐ ആൾസോ ഹാവ് എ കണക്ഷൻ വിത്ത് BPCL. ഹാനി സാർ പറഞ്ഞു ഹീസ് നൗ ഇൻ അവർ BPCL ഡയറക്ടർ ബോർഡ്. 6ാമത്തെ പെട്രോൾ ബങ്കാണ് നമ്മൾ ഒരു കേരളത്തിലുള്ള PSUവിന് BPCLന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൾറെഡി ഇവിടെ ചേർത്തല ഓട്ടോകാസ്റ്റിൻ്റെ പ്രവർത്തനം അവിടെ പെട്രോൾ ബങ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 1-2 മാസത്തിനുള്ളിൽ അത് കമ്മീഷൻ ചെയ്യും. KCCPL എന്ന് പറയുന്ന കേരള ക്ലേ ആൻഡ് സെറാമിക്സിൻ്റെ 3 പെട്രോൾ ബങ്ക് ആൾറെഡി BPCL സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ പെട്രോൾ ബങ്ക് ഈ മാർച്ചിൽ നമ്മൾ ഇനാഗുറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ അടുത്ത മെയ് മാസത്തിനുള്ളിൽ തന്നെ ഈ പെട്രോൾ ബങ്ക് ഇനാഗുറേറ്റ് ചെയ്യും. ഇതിൻ്റെ പ്രവർത്തനം വരികയും ചെയ്യുകയാണെങ്കിൽ അടുത്ത വർഷം FIT എല്ലാം കൊണ്ടും ഈവൻ ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റിൽ പോലും പോസിറ്റീവ് ആകാൻ പറ്റും. അതിന് കഴിയുമാറാകട്ടെ. അതിനുള്ള വിവിധ തരങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിന് BPTയുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് BPCLനും FITക്കും ആശംസകൾ നേരുന്നു. ഇത് മാർച്ചിൽ കമ്മീഷൻ ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോട്ടെ. താങ്ക് യു. നന്ദി. കമ്പനിയുടെ പുരോഗതിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി നമ്മോട് സഹകരിക്കുന്ന K. അജിത് കുമാർ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഏറെ ബഹുമാന്യനായ അനിൽകുമാർ FITയുടെ ചെയർമാൻ,
ഇന്ന് ഈ നിർമ്മാണ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഈ വേദിയിൽ നിന്നും വിടവാങ്ങിയ മുഹമ്മദ് അനീഫ് IAS, ഈ വേദിയെ ധന്യമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ഒരു നീണ്ട പ്രസംഗത്തിൻ്റെ ആവശ്യകതയില്ല. എനിക്ക് മുന്നേ സംസാരിച്ച മഹത് വ്യക്തിത്വങ്ങൾ FITയുടെ വിശദമായ കാര്യങ്ങളിലേക്ക് പ്രതിപാദിക്കുകയുണ്ടായി. എന്നിരുന്നാലും ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ പ്രതിഫലമാണ് ഇന്ന് വേദിയെ ധന്യമാക്കുവാൻ കഴിഞ്ഞത്. ഏറെ നാളായി FITയുടെ ആഗ്രഹമായിരുന്നു ഒരു പെട്രോൾ പമ്പ് തുടങ്ങുക എന്നത്. ഇന്നിവിടെ നിർമ്മാണ ഉദ്ഘാടനം നമുക്കത് നിർവഹിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എന്തായാലും BPCLകാർ മെയ് മാസത്തോടുകൂടി ഇതിൻ്റെ പണി പൂർത്തിയാക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ഈ നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളിൽ നിന്നും വിടവാങ്ങുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, ഉദ്ഘാടകൻ, ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഈ ചടങ്ങിൻ്റെ അവസാനം വരെ ഇരിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ഇരുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് കൂടുതലൊരു സംസാരം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. FIT ഇവിടെ മുഹമ്മദ് നിഷാർ പറഞ്ഞതുപോലെ ഇങ്ങനെ മങ്ങി നിൽക്കുന്നുവോ എന്ന് നമ്മൾ സംശയിച്ച് നിൽക്കുമ്പോൾ അതിനൊരു ഉണർവ് ഉണ്ടാവുന്ന രീതിയിലേക്ക് ഇപ്പോഴിവിടെ സംസാരിച്ചിട്ടുള്ള എല്ലാവരിൽ നിന്നും നമുക്കൊരു പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് FITയുടെ സംരംഭങ്ങൾ മാറുകയാണ്. അതിൻ്റെ ഒരു മുഖഛായ മാറിയിട്ടുണ്ട്. ഇപ്പോൾ BPCLൻ്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പെട്രോൾ പമ്പ് തുടങ്ങുന്നത് കേവലം ലാഭം മാത്രമല്ല, അതിലൂടെ കൺസ്യൂമേഴ്സിന് നൽകേണ്ടുന്ന സൗകര്യങ്ങൾ കൂടി നൽകുക എന്ന ആ കാര്യങ്ങളും ഇവിടെ അവതരിപ്പിച്ചു. തീർച്ചയായും ആലുവ പരിസരത്തൊന്നും BPCL കമ്പനി നേരിട്ട് നടത്തുന്ന പെട്രോൾ പമ്പുകളില്ല. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു രീതിയിലുള്ള കച്ചവടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ പെട്രോൾ പമ്പ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് ഏറ്റവും മികവുറ്റ രീതിയിലേക്ക് വരാൻ പോവുകയാണ്. അതോടൊപ്പം FITയുടെ വൈവിധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്കുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചപ്പോൾ ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് മുതലേ ഉള്ള ചില പരാധീനതകൾ കൂടെ ഉണ്ട്. നമ്മുടെ മതിൽ പൊളിഞ്ഞത് കെട്ടിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല, അയൽവാസികളായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ പരാതി നിലനിൽക്കുന്നുണ്ട്, ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ള തൊഴിലാളികൾക്കുൾപ്പെടെ ആനുകൂല്യം കിട്ടാത്തതിൻ്റെ വിഷമങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാവും എന്ന നിലയിലേക്ക് ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉണർവ് അത് പ്രചോദനമാവട്ടെ. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ ഡയറക്ടർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി, കളക്ടർ, ജനപ്രതിനിധികൾ, ഉദയൻ, നവകുമാർ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ചുമതലക്കാർ, നമ്മുടെ കമ്പനിയിലെ എല്ലാ യൂണിയൻ്റെയും പുറത്തുള്ളതും അകത്തുള്ളതുമുള്ള ഭാരവാഹികൾ, ക്യാഷ് ലേബർമാരുൾപ്പെടെയുള്ള യൂണിയൻ്റെ മെമ്പർമാർ, പഴയകാലത്ത് ഇവിടെ പ്രവർത്തിച്ച റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ, അവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നാസർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, FIT നല്ലൊരു വ്യവസായ സ്ഥാപനമായി ഇവിടെ പണിയെടുക്കുന്ന, ജോലിയെടുക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ തരത്തിലുള്ള വരുമാനമുണ്ടാക്കി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ എല്ലാ തൊഴിലാളികളും, യൂണിയനും, നമ്മളെല്ലാവരും. ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏത് കാലഘട്ടങ്ങളിലും ഈ വ്യവസായ സ്ഥാപനത്തെ താഴോട്ട് പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ സജീവമായി തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഇതിന് മുമ്പുണ്ടായിരുന്ന മന്ത്രിമാരോടൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെയാണ് രാജീവിൻ്റെ ഇടപെടൽ. അതിവിടെ എല്ലാവരും വിശദീകരിച്ചു, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഈ പമ്പ് കൂടി ഇവിടെ വരുമ്പോൾ
നമ്മുടെ വ്യവസായ സ്ഥാപനം നന്നായി വലിയ ലാഭം എന്നല്ല, പക്ഷേ ഇന്നുള്ളതിനേക്കാൾ ഇരട്ടി മെച്ചപ്പെട്ട രീതിയിൽ പോകും. നമ്മുടെ ചെയർമാൻ വന്ന സന്ദർഭത്തിലും ശേഷം നമ്മുടെ MD വന്നപ്പോഴും നമ്മളെ യൂണിയൻകാരെ വിളിക്കേണ്ടായി. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുത്തി, ഏതെങ്കിലും പ്രോഗ്രാമിന് മൊമെൻറ്റോ കൊടുക്കാൻ വേണ്ടി ഉള്ളത് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുക. വളരെ മുൻപ് തന്നെ നമ്മളതെല്ലാം പ്രോത്സാഹിപ്പിച്ചു, സന്തോഷകരമായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ നാഷണയുടെ മുമ്പിൽ തന്നെ ഇത് കൈവശപ്പെടുത്താൻ നടന്ന ആളുകളെല്ലാം കണ്ണ് മഞ്ഞളിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വളർച്ചയുള്ള ഒരു സ്ഥാപനമായി ഇത് മാറും. അതിന് മാറുന്നതിന് വേണ്ടി പമ്പ് ഉപകരിക്കും പൂർണ്ണമായും. ഇനിയും മറ്റു പല കാര്യങ്ങളും ഇപ്പോൾ കണ്ടില്ലേ, പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള കശുവണ്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടുന്ന് കിട്ടും എന്നാണ് നമ്മുടെ ചെയർമാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോർ റൂം വളരെ ആക്റ്റീവാകും. ഈ പ്രാവശ്യം തന്നെ സ്റ്റോർ റൂം വളരെ ആക്റ്റീവായിരുന്നു. നമ്മുടെ ജീവനക്കാരും വളരെ ആക്റ്റീവായിരുന്നു. കാരണം അവിടെ പ്രത്യേക പന്തലിട്ട് ലൈറ്റിട്ട് ഏതൊരാൾക്ക് പോലും അവിടെ കയറി ഒന്ന് നോക്കണമെന്ന് അല്ലെങ്കിൽ സാധനം മേടിക്കണമെന്നൊരു തോന്നലാണ്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വിവിധ തരത്തിലുള്ള വർക്ക്, ഇപ്പോൾ കളമശ്ശേരിയിലെ ഗ്രൗണ്ടിൻ്റെ വർക്ക് നടത്തിയത് FIT. നന്നായി തന്നെ ആ ഗ്രൗണ്ടിൽ കളിക്കളം, അതിൻ്റെ നെറ്റും മറ്റും ഒക്കെ തന്നെ ഒരാൾക്ക് പോലും. ചെയർമാൻ, ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, വലിയ ശുഭോദർക്കമായി കാണുന്നു. ഈ 90 ദിവസത്തിനകം ഇവിടെ ഈ പമ്പ് സ്ഥാപിതമാകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു മെച്ചത്തെ വലിയ സന്തോഷകരമായ ഒരു അനുഭവമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. പ്പെടുത്താനായി BPCL ടെറിട്ടറി മാനേജർ ശ്രീ സുജിത് ജയരാജൻ അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ഒരു ദിവസത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇതിൽ കുറേ പേഴ്സണാലിറ്റീസിൻ്റെ അധ്വാനവും സപ്പോർട്ടും കോൺട്രിബ്യൂഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താനുള്ളൊരു അവസരമാണ്. ഫസ്റ്റ്ലി, ഇത്രയും പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ്, ഇതൊരു ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് ഭാരത് പെട്രോളിയം, ഈ രണ്ട് എൻറ്റിറ്റീസിൻ്റെ ഒരു സിനർജിയാണ്. ഇത്രയും പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ഒന്ന് നിലവിലാക്കണമെങ്കിൽ അതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്ന ശ്രീ മുഹമ്മദ് ഹനീഷ് സാർ, നമ്മൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള, അനിൽകുമാർ സാറിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മൾ ഏസ്റ്റ് വൈൽ മാനേജിംഗ് ഡയറക്ടർ FIT ഇന്ദു വിജയൻ മാഡമിൻ്റെ കോൺട്രിബ്യൂഷനും വളരെ വാല്യൂബിളാണ്. താങ്ക് യു വെരി മച്ച് ടു മാഡം. ആൻഡ് നമ്മൾ എക്സിക്യൂട്ടീവ് ചെയർമാൻ BPT ശ്രീ അജിത് കുമാർ സർ, നമ്മൾ ഒരു ഏസ്റ്റ് വൈൽ BPCLൻ്റെ മെമ്പറും ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസിലാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഡിസ്ട്രിക്ട് കളക്ടർ ഉമേഷ് സർ, NSK ഉമേഷ് സാറിൻ്റെ കോൺട്രിബ്യൂഷൻ ഇതിൽ വളരെ ഇൻവാല്യൂബിൾ ആയിരുന്നു. ഇത്രയും പെട്ടെന്ന് ഒരു NOC നമ്മൾ പേഴ്സണലായിട്ട് കണ്ടിട്ടില്ല. ആൻഡ് ഇതിലെല്ലാ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരേ രീതിയിൽ വിളിച്ചിട്ട് എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻ, പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളിയുടെ എക്സ്പെർട്ടീസ് തന്നെ പേഴ്സണലായിട്ട് പുള്ളി തന്ന വളരെ ഒരു റയർ ഇൻസ്റ്റൻസ് ആണ്. കേരളത്തിൽ മാത്രമല്ല ഏതൊരു സ്റ്റേറ്റിലും, ബിക്കോസ് നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കൊണ്ട് പറയുവാണ്. അപ്പോൾ NSK ഉമേഷ് സാറിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പഞ്ചായത്തിൻ്റെ എല്ലാ മെമ്പേഴ്സിനും നമ്മളുടെ ഹാർട്ട് ഫെൽറ്റ് നന്ദികൾ നമ്മൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്ന കൊണ്ടാണ് ഇത് ഇത്രയും വേഗം മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ആൻഡ് ശ്രീ കുറാ ശ്രീനിവാസ് IFS രീതിയിൽ ഉണ്ടായിരുന്നു, പുള്ളിയുടെ സപ്പോർട്ടിന് താങ്ക് യു വെരി മച്ച്. ആൻഡ് ദ കറണ്ട് മാനേജിംഗ് ഡയറക്ടർ ശ്രീ അഫ്സൽ അലി, ദ ഡൈനമിക് ലീഡർ ഓഫ് FIT, ഇത്രയും സ്റ്റെഡ് ഫാസ്റ്റായിട്ട് മുന്നിൽ നിന്ന് എല്ലാ പേപ്പർ വർക്കും നമുക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് ഉണ്ടായിരുന്നു. Sir, thank you very much to you, Shri Afzal Ali. We will continue this relationship and we will bring it to a completion of the project. And definitely the FIT in a turnaround ആയിരിക്കും. അതിൽ നമുക്ക് full hopefulness ഉണ്ട്. And the entire team of FIT, നമ്മൾ ജാഫർ ജി മുമ്പിൽ തന്നെ ഉണ്ട്. അതല്ലാതെ കുറേ മെമ്പേഴ്സ് നമ്മൾ ഇതിൽ ബൈജു സാർ, ടു റിമെമ്പർ എ ഫ്യൂ, ആൻഡ് ഓൾ ദി അതർ മെമ്പേഴ്സ് ഓഫ് FIT ഇതിൽ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു. ആൻഡ് അവർ സ്റ്റേറ്റ് ഹെഡ് ശ്രീ രമേഷ് കുമാർ KV ഇതിലുണ്ടായിരുന്നു. പുള്ളി ഇത് മുന്നിലിരുന്ന് ഇതിനു വേണ്ടി എല്ലാ അപ്രൂവൽസും ബഡ്ജറ്ററി സാങ്ഷൻസും വളരെ ഒരു സ്പീഡ് നേച്ചറിൽ ഇതിൻ്റെ ടെൻഡറിനും എല്ലാത്തിനും അപ്രൂവൽ തന്ന രമേഷ് കുമാർ സാറിന് വളരെ വളരെ നന്ദി. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മൈ ഫ്രണ്ട്സ് ഫ്രം BPCL, ശ്രീ അഭിജിത്ത് പോൾ സെയിൽസ് ഓഫീസർ, വിപിൻ ജോർജ് കോക്കോ ഓഫീസർ BPCL, അനിൽ കുമാർ എഞ്ചിനീയറിംഗ് ഓഫീസർ.